കോട്ടപ്പുറം രൂപതയിലെ പറൂർ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ. ആ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നൊവേനയും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ആ ദേവാലയത്തിൻ്റെ അൾത്താരയ്ക്ക് ചേർന്ന് അവളിങ്ങനെ കൈകുപ്പി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അച്ഛൻ ഇവൾക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. കൊണ്ട് നടക്കാത്ത ആശുപത്രിയിലില്ല. പക്ഷേ ഈ അസുഖം മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവൾ അത് പ്രാർത്ഥിക്കാറില്ല. എനിക്കും കണ്ടപ്പോൾ സങ്കടം തോന്നി. പക്ഷേ കൊച്ചിനൊരു സങ്കടമില്ല. ഈ കുഞ്ഞിൻ്റെ മുറിയിൽ നിന്ന് ഭയങ്കര ഒരു കരച്ചിൽ കേട്ടു. അമ്മച്ചി തമ്പായി എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. പ്രാർത്ഥന മുറിയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്, വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപമുണ്ട്. അവർക്കൊക്കെ നടുവിലായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രമുണ്ട്. ഈ ഛായാചിത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മയോട് അവൾ പറയുന്നുണ്ട്, അമ്മച്ചി ഈ തമ്പായിയാണ് എന്നെ തൊട്ടേന്ന്. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, എൻ്റെ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് സേവനം ആരംഭിച്ചത് കോട്ടപ്പുറം രൂപതയിലെ പറൂർ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ. ആ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നൊവേനയും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ. രാവിലെ 2 കുർബാനയുണ്ട്, വൈകുന്നേരം 1 കുർബാനയുണ്ട്. ആ വൈകുന്നേരത്തെ കുർബാന മിക്കപ്പോഴും അത് ഞാനായിരിക്കും ചെല്ലുക. വൈകുന്നേരത്തെ കുർബാന അർപ്പണത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽ എപ്പോഴും വന്നിരുന്ന ഒരു പെൺകുട്ടി, അവരുടെ പേര് മേരി മൃദുല എന്നാണ്. ഏതാണ്ട് ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ആ ദേവാലയത്തിൻ്റെ ഏതാണ്ട് അൾത്താരയ്ക്ക് ചേർന്ന് അവളിങ്ങനെ കൈകുപ്പി നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ ഇവരുടെ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. അച്ഛൻ ഇവൾക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവൾക്ക് വേണ്ടിയിട്ട് എന്തിനാ പ്രാർത്ഥിക്കണേ? ഇവൾ തന്നെ വളരെ ഭംഗിയായിട്ട് ദേവാലയത്തിൽ ഈശോയുടെ തിരുമുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ കൊതി തോന്നാറുണ്ട്. അപ്പോഴാണ് അവളുടെ കൈയും കാലും ഒക്കെ ഈ മാതാപിതാക്കൾ എന്നെ കാണിച്ചു തന്നത്. ഈ കരപ്പൻ്റെ അസുഖം എന്നൊക്കെ പറയില്ലേ, ആ അസുഖം ബാധിച്ച് അവളുടെ കാല് പ്രത്യേകിച്ച് വളരെ പരിതാപകരമായ ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഈ മാതാപിതാക്കൾ പറയുന്നുണ്ട്, അച്ഛാ കൊണ്ട് നടക്കാത്ത ആശുപത്രിയിലില്ല, പലയിടങ്ങളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇവളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവളോട് പ്രാർത്ഥിക്കാനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളൊന്ന് പ്രാർത്ഥിക്കാതെ? അമ്മ വെറുതെ പറയണമെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് ശരിയാണെന്ന് വെച്ചാൽ അവൾ പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ ഈ അസുഖം മാറാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ അവൾ അത് പ്രാർത്ഥിക്കാറില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കും, അവളത് പ്രാർത്ഥിക്കാറില്ല. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോളെ അതെന്താ അങ്ങനെ പ്രാർത്ഥിക്കാത്തത്? വേറെ എന്തോരം കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് വെച്ചാൽ, അതുകൊണ്ട് ഞാനത് പ്രാർത്ഥിക്കാറില്ല. പ്രിയമുള്ളവരെ, ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചു. എനിക്കും കണ്ടപ്പോൾ സങ്കടം തോന്നി. പക്ഷേ കൊച്ചിനൊരു സങ്കടമില്ല. മാതാപിതാക്കളുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടമുണ്ട്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാപിതാക്കൾ ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോവാം. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ വീണ്ടും കാണാൻ വന്നു. എന്നിട്ട് ഈ കുഞ്ഞിനെ എൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ കുഞ്ഞിന് കയ്യിലും കാലിലും കരപ്പനുണ്ടായിരുന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ല. സാധാരണ കരപ്പൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാടുകളൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഈ കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ പോവുള്ളൂ. പക്ഷേ കരപ്പൻ്റേതായ ഒരുവിധ അടയാളങ്ങളും ഇല്ലാതെ കുഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടെ നിൽക്കുകയാണ്. അതിനേക്കാൾ സന്തോഷം മാതാപിതാക്കൾക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അച്ഛാ, അത് വേറെ ഒന്നുമല്ല. ഇവിടുന്ന് പോയി ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ശക്തമായ മഴയും ഇടിവെട്ടും ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ ഒരു മുറിയിലാണ് കിടക്കുന്നത്. ഇവളും ഇവളുടെ മൂത്ത ഒരു കുട്ടി കൂടെ ഉണ്ട് വെച്ചാൽ ഞങ്ങൾക്ക്. അവർ 2 പേരും കൂടെ അടുത്ത മുറിയിലാണ് കിടക്കുന്നത്. രാത്രിയായപ്പോൾ ഈ കുഞ്ഞിൻ്റെ മുറിയിൽ നിന്ന് ഭയങ്കര ഒരു കരച്ചിൽ കേട്ടു. ഒരു ഇടിവെട്ട് പുറത്തുണ്ടായിരുന്നു. വളരെ വെപ്രാളപ്പെട്ട് ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ ഇവൾ കട്ടിൽമേ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുക, കരയുന്നുണ്ട്. ഞാൻ അവളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവൾ പറഞ്ഞു, അമ്മച്ചി തമ്പായി എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവളോട് ചോദിച്ചു, എന്താണെന്ന്? അമ്മച്ചി തമ്പായി എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. അമ്മച്ചി അവളോട് പറഞ്ഞു, നീ ഇടിവെട്ട് കേട്ടിട്ട് ബോധം പോയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി അവളുടെ നെറ്റിയിലൊക്കെ കുരിശൊക്കെ വരച്ച് അവളെ തോളത്ത് കിടത്തി ഉറക്കി വീണ്ടും കൊണ്ടുപോയി കട്ടിൽ കിടത്തുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്മ അവളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അവൾ അമ്മച്ചിനോട് പറയുന്നുണ്ട്, അമ്മച്ചി ഇന്നലെ എന്നെ ഈ തമ്പായിയാണ് തൊട്ടേന്ന് പറഞ്ഞു.
പ്രാർത്ഥനാ മുറിയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്, വിശുദ്ധ അന്തോണീസിൻ്റെ തിരുസ്വരൂപമുണ്ട്. അവർക്കൊക്കെ നടുവിലായി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഛായാചിത്രമുണ്ട്. ഈ ഛായാചിത്രത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മയോട് അവൾ പറയുന്നുണ്ട്, അമ്മച്ചി ഈ തമ്പായിയാണ് എന്നെ തൊട്ടേന്ന് പറയും. ഈ അമ്മച്ചി അവളോട് വേറെ ഒന്നും പറഞ്ഞില്ല. അമ്മച്ചി അവളെ കൊണ്ടുപോകുന്നു, ചായയൊക്കെ കൊടുത്ത് അതിനുശേഷം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കുമ്പോഴാണ് അമ്മ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. തലേദിവസം വരെ ഒന്ന് തൊട്ടാൽ പൊട്ടിയൊലിക്കുന്ന രീതിയിൽ വ്രണമാകാനുള്ള സകല സാധ്യതയോടും കൂടെ വളരെ അസ്വസ്ഥമായിരുന്ന അവളുടെ കയ്യിലും കാലിലും ഒരുവിധ കുഴപ്പമില്ല എന്ന് മാത്രമല്ല, ഒരു പാട് പോലുമില്ല. അപ്പോഴാണ് അവൾ തലേദിവസവും പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഈ അമ്മ ഓർത്തത്. അമ്മച്ചി, തമ്പായി എന്നെ തൊട്ടു. പ്രിയമുള്ളവരെ, ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞിനോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അസുഖം മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കുഞ്ഞ് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ അല്ലാതെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ ആ കുഞ്ഞ് ഈശോയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഭൗതിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്ന നമുക്ക് ഈ കുഞ്ഞ് ഉദാത്തമായൊരു ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നൽകാല്ലേ. പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാം സമയം ചെലവഴിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനോട് കൂടെ ആയിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ സമയം ചെലവഴിക്കുമ്പോൾ കർത്താവ് നമ്മോട് കൂടെയും ആയിരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ കർത്താവ് ഈ കുഞ്ഞിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാവിധ അസ്വസ്ഥതകളും എവിടെയോ ഓടിമറഞ്ഞു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സമയം വെറുതെ കളയാതെ ആത്മീയ സന്തോഷമായ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. കൃപ നിറഞ്ഞ അമ്മ ഉദരത്തിൽ ഈശോയെ വഹിച്ചതുപോലെ ഹൃദയത്തിൽ കൃപ നിറച്ച് ഈശോയെ കൂടെ കൊണ്ടു നടക്കാനായിട്ട് നമുക്കും സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.